ദൈവസ്നേഹത്തിൻ്റെ പാരമ്യമാണ് രക്തസാക്ഷിത്വം. രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിതമായ സഭ, ഭാരതസഭയിൽ അതിലുപരി കേരള സഭയിൽ നിന്നുള്ള പ്രഥമ രക്തസാക്ഷി സിസ്റ്റർ റാണി മരിയ. ദൈവസ്നേഹത്താൽ പ്രേരിതയായി വീടും നാടും ഭാഷയും സംസ്കാരവും എല്ലാം വിട്ട് അപരിചിതമായ നാട്ടിൽ അപരിചിതരുടെ ഇടയിൽ അത്യധ്വാനം ചെയ്ത് സാമൂഹ്യനീതിക്ക് വേണ്ടി നിലകൊണ്ടതിൻ്റെ പേരിൽ 41-ാം വയസ്സിൽ രക്തസാക്ഷിയായ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയ തീക്ഷ്ണവും തീവ്രവുമായ ജീവിതത്തിൻ്റെ നാൾ വഴികളിൽ നിന്ന് ഒരേട് നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു 11ബിയിലെ വിദ്യാർത്ഥികൾ. സിസ്റ്റർ റാണി മരിയ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ നാടിനും നാട്ടുകാർക്കും വളരെ നല്ല പുരോഗതിയുണ്ട്. ഇവിടുത്തെ നാട്ടുകാരോട് കാണിക്കുന്ന സ്നേഹവും കരുണയും പരിപാലനവുമെല്ലാം ജന്മിമാരാലും ഗ്രാമത്തലവന്മാരാലും അടിച്ചമർത്തപ്പെട്ട അവരുടെ മാനസിക നിലയെ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. നാം എല്ലാവരും ഒന്നിച്ചു ചെയ്യുന്ന മിഷൻ പ്രവർത്തനങ്ങൾ നാടിൻ്റെ വളർച്ചയെ വളരെ സഹായിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം. എന്നാൽ അതുകൊണ്ട് മാത്രമായില്ലല്ലോ. വിദ്യാഭ്യാസവും സാമൂഹിക വിവരവും നൽകാതെ നാട്ടിലെ വരും തലമുറയ്ക്ക് നല്ലൊരു ഭാവി സമ്മാനിക്കാൻ നമുക്ക് സാധിക്കില്ല. അതിനാൽ കഴിഞ്ഞ ഒരു മാസമായി ഞാൻ ഓരോരുത്തരുടെയും വീടുകൾ തോറും കയറിയിറങ്ങി അവരോട് സംസാരിക്കുകയായിരുന്നു. അവർ ഇന്നു മുതൽ ക്ലാസ്സുകളിലേക്ക് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. സിസ്റ്റർ, അവർ വരുമോ? ഞങ്ങൾ ഇതിനു മുൻപ് പലപ്പോഴും അവർക്ക് വിദ്യാഭ്യാസം നൽകാൻ ശ്രമിച്ചതാണ്. പക്ഷേ അവർ പഠിക്കുവാനുള്ള താല്പര്യമൊന്നും കാണിച്ചില്ല. സിസ്റ്റർ, അവർ വന്നെന്നാ തോന്നുന്നേ. ആ, വരൂ വരൂ, എല്ലാവരും വരൂ, ഇവിടെ ഇരിക്കൂ. നമുക്ക് ഇന്ന് തന്നെ കുറച്ച് പഠിച്ചു തുടങ്ങാം. നിങ്ങളും ഇരിക്കൂ, ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാം. ഇല്ല സിസ്റ്റേ, ഞങ്ങൾക്ക് ജോലിക്ക് പോകണം സിസ്റ്റേ. ജോലിക്ക് പോകാം, എന്നാൽ കുറച്ച് സമയം ഇവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടിട്ട് പോകാം. നിങ്ങൾക്കും പഠിക്കണ്ടേ? ശരിയാണ് സിസ്റ്റർ, ഞങ്ങൾക്കും പഠിക്കണമെന്നുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ അതൊന്നും സാധിച്ചില്ല. എന്തായാലും ഞങ്ങളിവിടെ ഇരിക്കാം. സിസ്റ്റേ, സിസ്റ്റേ, എന്റെ മകന് തീരെ വയ്യ സിസ്റ്റേ. 2 ദിവസമായി ചുട്ടുപൊള്ളുന്ന പനിയാ. ഇവിടെയുള്ള വൈദ്യനെ കാണിച്ചു. എന്നാ തന്നെ കൊണ്ട് കുട്ടിയെ ചികിത്സിച്ച് ഭേദാക്കാൻ പറ്റില്ല എന്നാ ആ വൈദ്യര് പറഞ്ഞേ. നഗരത്തിലെ വലിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. എന്റെ കയ്യില് പണം ഇല്ല സിസ്റ്റേ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കൂ. ഒന്ന് സഹായിച്ച പറ്റൂ സിസ്റ്റേ. ഞാൻ എന്താ ചെയ്യാ? പണമില്ലെന്നോ? നിങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞാൽ? ഇല്ല സിസ്റ്റർ, ഞങ്ങൾക്കവിടെ വളരെ തുച്ഛമായ കൂലിയാണ് ലഭിക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് കൂലി കൃത്യമായി തരുന്നില്ലെന്നോ? എന്തായാലും നമുക്ക് ഒന്നിച്ചു പോയി ദാദാസാബിനോട് സംസാരിക്കാം. എന്നിട്ട് നിന്റെ കുട്ടിയെ ചികിത്സിക്കാനുള്ള പണവും നമുക്ക് ചോദിക്കാം. എവിടെയാടാ ആ പീറ പിള്ളേർ? കന്നുകാലികൾക്ക് തീറ്റ കൊടുക്കാൻ സമയമായി, ഒന്നിനും കാണുന്നില്ലല്ലോ. സാ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിന്ന് വന്നൊരു കന്യാസ്ത്രീ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. ക്ലാസ്സോ? ഞാൻ പറയുന്നത് കേട്ട് എൻ്റെ അടിമകളായി ജീവിക്കുന്ന ഇവിടുത്തെ പിള്ളേർക്ക് എന്തിനാടാ ക്ലാസ്? സാബ്, അവിടെ ആരോ വരുന്നത് പോലെ. നമസ്കാരം സർ, ഞാൻ സിസ്റ്റർ റാണി മരിയ, കേരളത്തിൽ നിന്ന് വന്നതാണ്. ഓ, അപ്പോൾ താങ്കളാണല്ലേ സിസ്റ്റർ റാണി മരിയ, ഇവിടുത്തെ പിള്ളേർക്കെല്ലാം ക്ലാസ് എടുത്തു കൊടുക്കുന്ന കന്യാസ്ത്രീ. എന്തിനാവോ ഇവിടെ? താങ്കളുടെ കീഴിൽ പണിയെടുക്കുന്ന ഈ പാവത്തിൻ്റെ മകന്
രോഗം ബാധിച്ച് തീരെ വയ്യാതെ കിടക്കുകയാണ്. ഇവിടെയുള്ള വൈദ്യനെ കാണിച്ചു. അദ്ദേഹം നഗരത്തിലെ വലിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞേക്കണേ. അതിന് എന്താ, ഞാൻ കൊണ്ടുപോകണോ? സാബ്, ആശുപത്രിയിലെ ചെലവുകൾ ഞങ്ങൾക്ക് താങ്ങാനാവുന്നതല്ല. കുറച്ച് പണം തന്ന് ഞങ്ങളെ സഹായിക്കുമോ? പണമോ? ഞാൻ എന്തിനു ഇവർക്ക് പണം കൊടുക്കണം? കൂലി കൊടുക്കണില്ലേ? അത് മതി. വേണമെങ്കിൽ പലിശയ്ക്ക് പണം തരാം. കൊള്ള പലിശയ്ക്ക് ഞങ്ങൾക്കൊന്നും പണം വേണ്ട. പിന്നെ കൂലി, മറ്റ് ഗ്രാമങ്ങളിൽ 300-400 രൂപ കൂലി കൊടുക്കുമ്പോൾ ഇവിടെ ഈ പാവങ്ങൾക്ക് വെറും 30 രൂപയോ 40 രൂപയാണ് കൂലി കൊടുക്കുന്നത്. നിർത്തൂ! എന്റെ ഗ്രാമത്തിൽ കയറി വന്ന് എന്നെ ചോദ്യം ചെയ്യണവോ? ഇതിനുള്ള ധൈര്യം നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിച്ചു? ഇറങ്ങി പോകൂ ഇവിടുന്ന്. സാബ്, ഈ കന്യാസ്ത്രീയെ ഇവിടെ വെച്ച് പൊറപ്പിച്ചാൽ അത് നമുക്ക് നല്ലതല്ല. ഇത്രയും നാൾ നമ്മൾ പറയുന്നതും കേട്ട് നമ്മുടെ അടിമകളെ പോലെ ജീവിച്ചിരുന്ന ഇവർ ഇപ്പോൾ മാറി ചിന്തിക്കുന്നു. കൂലി കൂട്ടി ചോദിക്കുന്നു, പറയുന്ന പണി ചെയ്യാതിരിക്കുന്നു, തക്ക സമയത്തിന് വീട്ടിൽ പോകണമെന്ന് പറയുന്നു, പലിശയ്ക്ക് പണം വാങ്ങാതിരിക്കുക, അങ്ങനെ. ഇതിനെല്ലാം കാരണം ആ കന്യാസ്ത്രീയാ. കണ്ടില്ലേ സാബിനോടത്ര അപമര്യാദയെ പെരുമാറിയതെന്ന്? ശരിയാ, ആ കന്യാസ്ത്രീയെ എന്നേക്കുമായി ഇല്ലാതാക്കണം. ഇനിയിവിടെ എനിക്കെതിരെ ആരും സ്വരം പൊക്കാൻ പാടില്ല. ഹേ രാജു, നമ്മുടെ ഏറ്റവും വിശ്വസ്തനായ സമേന്ദ്ര സിംഗിനെ വിളിക്കൂ. ഹേ സമേന്ദർ, നിനക്കൊരു പണിയുണ്ട്. ഒരു കന്യാസ്ത്രീയെ കൊല്ലണം. സിസ്റ്റർ റാണി മരിയ. കൊല്ലാം, പക്ഷെ എനിക്കെന്ത് കിട്ടും? സമേന്ദർ, നിനക്കറിയാമല്ലോ എന്നെ. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകും. ഇവിടുത്തെ അധികാരികളും പോലീസുമെല്ലാം എനിക്ക് വിധേയരാണ്. നിനക്കൊരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഈ കൊലപാതകം ഉദയനഗരെ വിറപ്പിക്കണം. സമേന്ദർ, ഇത് ഉടനെ വേണം. സിസ്റ്ററിനെ വകവരുത്തുവാൻ തീരുമാനിച്ച കൊലയാളി സിസ്റ്റർ വീട്ടിലേക്ക് പോകുന്ന ആ ദിവസം കാത്തിരുന്നു. സിസ്റ്റർ അന്ന് കോൺവെന്റിലെ എല്ലാവരോടും യാത്ര പറഞ്ഞ് തൻ്റെ അപ്പച്ചനെയും അമ്മച്ചയെയും കാണാനായി കേരളത്തിലേക്ക് തിരിക്കുകയായിരുന്നു. തക്ക അവസരം നോക്കിയിരുന്ന കൊലയാളി സിസ്റ്ററുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. തനിക്ക് കൃത്യമായ ഒരു അവസരം കിട്ടിയപ്പോൾ കൊലയാളി തൻ്റെ കയ്യിൽ കരുതി വച്ചിരുന്ന കത്തിയെടുത്ത് സിസ്റ്ററിനെ തലങ്ങും വിലങ്ങും വെട്ടി പരിക്കേൽപ്പിച്ചു. നിലത്ത് വീണ് പിടയുന്ന സിസ്റ്ററിനെ അവൻ പിന്നെയും വെട്ടി. സിസ്റ്റർ മരിച്ചുവെന്ന് ഉറപ്പുവരുത്തുവാൻ 54 വെട്ടുകൾ. ഒടുവിൽ സിസ്റ്ററിൻ്റെ മരണം ഉറപ്പാക്കി അവിടെ നിന്നും അവൻ മടങ്ങി. സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന ക്രിസ്തുവചനം ജീവിതത്തിൽ അന്വർത്ഥമായ ദിനം 1995 ഫെബ്രുവരി 25 ഇൻഡോറിലെ ഉദയനഗറിൽ സിസ്റ്റർ റാണി മരിയയുടെ രക്തം വീണ് കുതിർന്ന മണ്ണിൽ ഇന്ന് വിശ്വാസ സമൂഹം ഉയർന്നു വന്നിരിക്കുന്നു. 2017 നവംബർ 4 സിസ്റ്റർ റാണി മരിയയെ രക്തസാക്ഷിയായി പരിശുദ്ധ സിംഹാസനം പ്രഖ്യാപിച്ചു. സിസ്റ്റർ റാണി മരിയയുടെ മധ്യസ്ഥതയിൽ അനവധി അത്ഭുതങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. 2017 നവംബർ 4 സിസ്റ്റർ റാണി മരിയയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഫ്രാൻസിസ് പാപ്പ ഉയർത്തി. അധികം വൈകാതെ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെടും എന്ന പ്രതീക്ഷയോടെ തിരുസഭയുടെ ധീരപുത്രി, കേരള സഭയുടെ അഭിമാനപുത്രി, രക്തസാക്ഷിയായ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ ശ്രേഷ്ഠമായ ജീവിതം നമുക്ക് മാതൃകയും പ്രചോദനവുമാകട്ടെ. നന്ദി.